വണ്ടിയുടെ വില തന്നെ മോഡിഫൈ ചെയ്തേക്കണ വണ്ടി ചെയ്ത്. അത് പറഞ്ഞാൽ വണ്ടി ഇപ്പോൾ ഒരു 60,000-70,000 എടുത്ത് അതിൻ്റെ അപ്പം തന്നെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അത്രയും ആഫ്റ്റർ മാർക്കറ്റ് പാർട്സാണ് ഈ വണ്ടി ചെയ്തിരിക്കുന്നത്. Hey guys, welcome to your YouTube channel. For the first time we are bringing you Subaru STI. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പറഞ്ഞാൽ 2021 സുബ്രു WRX STI ആണ്. അപ്പം ഈ വണ്ടിയെക്കുറിച്ച് പറഞ്ഞാന്ന് പറഞ്ഞാൽ STIയുടെ പ്രൊഡക്ഷൻ 2021 എൻഡോടുകൂടെ STI ഇനിയിപ്പോൾ ഇറങ്ങുന്നില്ല, പ്രൊഡക്ഷൻ തീർന്നിരിക്കുകയാണ്. ലാസ്റ്റ് ബാച്ച് ഇറങ്ങിയൊരു വണ്ടിയാണിത്. അത് സ്റ്റിൽ ലോ കിലോമീറ്റേഴ്സിലാണ് വണ്ടി ഇരിക്കുന്നത്. പക്ഷേ വണ്ടി ഓൾമോസ്റ്റ് ഫുള്ളി മോഡഡും ആണ്. വണ്ടി ഫുള്ളി ലോഡഡ് അപ്പ് ആണ്, എക്സ്റ്റീരിയർ വൈസും അതുപോലെ തന്നെ നമ്മൾ ഇത് സസ്പെൻഷൻ വൈസ് അല്ലെങ്കിൽ എൻജിൻ വൈസിലോട്ട് നോക്കിയാൽ പോലും വണ്ടി അത്യാവശ്യം തന്നെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ സൈഡിലോട്ട് വന്നാൽ കാണാം അത്യാവശ്യം നല്ല വീൽസും കറക്റ്റ് ഫിറ്റ്മെൻറ്റിലാണ് വണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് വീൽ ഫിറ്റ്മെൻറ്റ് നോക്കിയാൽ തന്നെ ഭയങ്കര നല്ലൊരു വീൽ ഫിറ്റ്മെൻ്റ് ആണ്. അത്യാവശ്യം കണ്ടില്ലേ, കറക്റ്റ് ഒരു വീൽ ഗ്യാപ്പാണ് വന്നേക്കണം. ഫെൻഡർ റോൾ ചെയ്തിട്ടുണ്ട്. ഫെൻഡർ റോൾ ചെയ്തിട്ടാണ് ഈ സൈഡ് ബോൾ റബ്ബ് ചെയ്യാത്തത്. ഇപ്പോൾ നമുക്ക് ഫെൻഡർ റോൾ ചെയ്യാതെ ഈ വണ്ടി ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിലോട്ട് റബ്ബ് ചെയ്ത് നമ്മുടെ സൈഡ് ബോൾ മുഴുവൻ പോകും. ഇത് ഫെൻഡർ റോൾ ചെയ്തിട്ട് പോലും അത്യാവശ്യം നല്ലൊരു ഫിറ്റ്മെൻറ്റിലാണ് വണ്ടി ഇരിക്കുന്നത്. കോയിൽ ഓവറിലാണ് വണ്ടി ഇരിക്കുന്നത്. ഫോർച്യൂൺ ഓട്ടോൻ്റെ കോയിൽ ഓവറാണ് വണ്ടി ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബൈക്കിലോട്ട് വന്നാൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല ഇത് സ്റ്റോക്ക് സ്പോയിലറാണ് വണ്ടിയുടെ. ഇത് പിന്നെ പെറിൻ്റെ മറ്റേ വിങ് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു വിങ് ആകുമ്പോൾ തന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിൻഡ് വന്ന് ഇത് ഇങ്ങനെ ബൊബിൾ ചെയ്യുമ്പോഴത്തേക്കും ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം വണ്ടിയുടെ വീലെന്ന് പറഞ്ഞാൽ വീല് ഒരു ലിമിറ്റഡ് എഡിഷൻ വീലാണ്. അപ്പോൾ ഇത് റേസിൻ്റെ C40 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് 18/10 ആണ് ഇതിൻ്റെ സ്പെക്ക് വരുന്നത്. ഇപ്പം റൺ ചെയ്യുന്ന 265 സ്ക്വയർ സെറ്റപ്പിലാണ് വണ്ടി. ഓൾ വീൽ ഡ്രൈവിലായതുകൊണ്ട് തന്നെ സ്ക്വയർ സെറ്റപ്പിലാണ് വണ്ടി ഇപ്പോൾ റൺ ചെയ്യുന്നത്. പിന്നെ വണ്ടി വന്നാൽ സസ്പെൻഷൻ കോമ്പൗണ്ട്സ് കുറച്ച് മാറ്റിയിട്ടുണ്ട്, ട്രാക്ക് സ്പെക്കിലോട്ട് ആക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഓണറോട് തന്നെ ചോദിച്ചറിയാം. പിന്നെ വണ്ടിക്ക് വേറൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ഡിഫറൻഷ്യൽ കൺട്രോൾ ഉണ്ട്. നമ്മൾ സാധാ ഒരു WRXനെ വെച്ച് നോക്കുമ്പോൾ അതൊരു ഡിഫറൻസ് ആണ്. അന്നേരം നമുക്ക് ഡിഫറൻഷ്യലിൻ്റെ റേഷ്യോ ഇപ്പോൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് റിയർ വീൽ ഡ്രൈവ് റേഷ്യോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അകത്ത്. അതൊരു മെയിൻ ഡിഫറൻസ് ആണ് നമ്മൾ സാധാ WRXുമായിട്ട് നോക്കുമ്പോഴത്തേക്കും. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നാലും കാർബൺ ഫൈബർ ലിപ്പ് ചെയ്തിട്ടുണ്ട്, അപ്ഗ്രേഡഡ് മെഷ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ, അപ്ഗ്രേഡഡ് ഷാസി ബ്രേസസ്, ഒരു നിയോൺ ഗ്രീൻ തീമാണ് ഓണർ ഇതിൽ പോയിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ഡിഫറൻസ് ഞങ്ങളുടെ ഇവിടെ ഉണ്ട്, STIയുടെ ബാഡ്ജിങ് ഇവിടെ നമ്മുടെ സീറ്റിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു STIയുടെ ഐക്കോണിക് ഫീച്ചേഴ്സ് അവിടെ ഇവിടെയെല്ലാം കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു STI എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. അതൊക്കെയാണ് ഇന്റീരിയർ വരുമ്പോൾ ഈ വണ്ടിക്ക് ഒരു ഡിഫറൻസ് ആയിട്ട് ഞാൻ സാധാ WRXുമായിട്ട് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാം ഒരു ആഫ്റ്റർ മാർക്കറ്റ് ടെയിലാമ്പ്. ഇത് ലിമിറ്റഡ് എഡിഷൻ. ഞാൻ പേഴ്സണലി ഇങ്ങനെ കൂടുതൽ കണ്ടിട്ടില്ല ഈ വണ്ടി ഈ ഒരു ടെയിലാമ്പ് വെച്ച് റൺ ചെയ്യണേ. വേറെ അങ്ങനെ നമ്മൾ പല ഓട്ടോ ഷോയ്ക്ക് പോകുമ്പോഴും പല WRXകൾ കാണുന്നുണ്ടല്ലോ. ഈ ഒരു ടൈപ്പ് ടെയിലാമ്പ് അങ്ങനെ ഡിഫറെൻ്റ് ആണ്, അങ്ങനെ കോമൺ അല്ല ഭയങ്കര. ഇത് കോറസോ എന്ന് പറഞ്ഞൊരു ജപ്പാൻ മാനുഫാക്ചറിൻ്റെ ആണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇത് USA മാത്രമേ ഡീലറുണ്ട് ഇത് സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നത് നമ്മുടെ അഖിൽ അങ്ങനെ എടുത്തതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പുള്ളിയോട് തന്നെ നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ബാക്കിലോട്ട് വന്നാലും അണ്ടർഗ്ലോ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നൈറ്റിൽ റൺ ചെയ്യുമ്പം നമുക്ക് അത്യാവശ്യം നല്ലൊരു ഭംഗി കിട്ടുന്നുണ്ട് വണ്ടിക്ക്. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ ഹുഡ് തുറന്ന് നോക്കുമ്പോഴാണ് നമ്മളെല്ലാവരും ഞെട്ടുന്നത്. വണ്ടി അത്യാവശ്യം ഫുള്ളി കാർബൺ ഫൈബറാണ്. ഇതിപ്പോൾ ഡിപ്പൊന്നുമല്ല, ഇതെല്ലാം ഫുൾ ഒറിജിനൽ കാർബൺ ഫൈബർ സാധനങ്ങളാണ് ഇവിടെ മുഴുകിയിരിക്കുന്നത്. അപ്പോൾ ഇത് മാൻഫോൾഡ് മാൻഫോൾഡ് ഇത് സ്റ്റോക്ക് OE വരുന്നതാണ്, ഈ റെഡ് കളർ വരുന്നത്. പക്ഷേ ബാക്കിയെല്ലാം തന്നെ പുള്ളി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാർബൺ ഫൈബറാണ്, ഈ ഒരു ഷൗട്ട്, അങ്ങനെ ഇത് ബാറ്ററി ബോക്സ്, ഇങ്ങനത്തെ ഇതെല്ലാം ഇത് മാറ്റി എല്ലാം ഫുൾ കാർബൺ ഫൈബർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ട് സ്ട്രട്ട് ബ്രേസ്. അതുപോലെ തന്നെ ഇത് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ആണെങ്കിലും റിസർവോയർ എല്ലാം അപ്ഗ്രേഡഡ് ആണ്. പിന്നെ ഇത് എയർ ഓയിൽ സെപ്പറേറ്റർ ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് അത്യാവശ്യം ഫുള്ളി മോഡിഫൈ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് WRX ഫോളോ ചെയ്യുന്നവർക്കറിയാം സിലിണ്ടർ ഫോർ കൂളിംഗ് ഒരു ഇഷ്യൂ ആണ് ഈ വണ്ടിക്ക്. അപ്പം അതും പുള്ളി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കൂളിങ്ങിന് വേണ്ടി. അങ്ങനെ ഇത് അപ്ഗ്രേഡഡ് ഇൻ്റർകൂളർ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു ബേസിക് മോഡിഫിക്കേഷൻസ് എന്ന് പറയാൻ. ഇൻഡെപ്ത് നമുക്ക് അഖിലിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് മോഡിഫിക്കേഷൻ ഇവിടെ ഹുഡിനകത്ത് ചെയ്തിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ വേറെ മോഡിഫിക്കേഷൻ ഇവിടെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കോബ് എന്ന് പറഞ്ഞ ബ്രാൻഡ്, ഇപ്പോൾ നിങ്ങൾ വണ്ടി ഫോളോ ഇപ്പോൾ JDM ഒക്കെ ഫോളോ ചെയ്യുന്ന കോബ് എന്ന് പറഞ്ഞ ഒരു ആഫ്റ്റർ മാർക്കറ്റ് സപ്പോർട്ടാണ്. അവരുടെ വലിയ ആഫ്റ്റർ മാർക്കറ്റ് സപ്പോർട്ട് ഉണ്ട് എല്ലാ വണ്ടികൾക്കും തന്നെ. റേഡിയേറ്റർ ഓവർഫ്ലോ ടാങ്ക് ഇത് മെറ്റലിൻ്റെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ അറിയാം, നമ്മൾ സ്റ്റോക്ക് വരുമ്പോൾ പ്ലാസ്റ്റിക് ആയിരിക്കും, അതും മെറ്റലിൻ്റെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് ഇവിടെ കോബിൻ്റെ ബൈപ്പാസ് വാൽവ്, നമ്മുടെ ഇവിടെ ഇൻ്റർകൂളറിൽ നിന്നുള്ളത് ബൈപ്പാസ് വാൽവ്, ഇത് കോബിൻ്റെ മെറ്റലിൻ്റെ ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി നമ്മുടെ ഫ്രണ്ട് അഖിലിൻ്റെ ആണ്. അഖിലിനെ കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റും, നമ്മളെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. അഖിലിൻ്റെ 8 Gen Civic നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലാത്തൊരു ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ പുള്ളിയുടെ വണ്ടിയാണിത്. അപ്പം നമ്മൾ വർഷങ്ങളായിട്ട് അറിയുന്നതായതുകൊണ്ട് നമ്മൾ തമാശയ്ക്ക് പറയും, ഇപ്പോൾ വണ്ടിയുടെ വില തന്നെ മോഡിഫൈ ചെയ്തേക്കണ വണ്ടി ചെയ്ത്, അത് പറഞ്ഞാൽ വണ്ടി ഇപ്പോൾ ഒരു 60,000-70,000 അതിൻ്റെ അപ്പം തന്നെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അത്രയും ആഫ്റ്റർ മാർക്കറ്റ് പാർട്സ് ആണ് ഈ വണ്ടിയെ ചെയ്തിരിക്കുന്നത്. പുള്ളിയോട് തന്നെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കാം, എന്തൊക്കെയാണ് പുള്ളി ഈ വണ്ടിയെ ചെയ്തിരിക്കുന്നത്, പുള്ളിയുടെ പ്ലാൻ എന്താണ് ഡൗൺ ദി റോഡ്. അപ്പോൾ ഇതാണ് അഖിലിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാം, നേരത്തെ പുള്ളിയുടെ വീഡിയോ കണ്ടിട്ടുണ്ട് 8 Gen Civic. അപ്പം അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ഒരു ബിൽറ്റ് കാർ നമ്മൾ കൊണ്ടുവരും ചാനലിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ സമ്മറായി, നമ്മളെ വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് പുള്ളിയുടെ 2021 STI. അപ്പോൾ അഖിൽ പറയൂ, എന്താണ് വണ്ടി പരിപാടികൾ? കുറേ പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തേക്കണേ? സംഭവം വണ്ടിയിൽ ഇത് നമ്മളെ പണ്ട് തൊട്ടൊരു ഡ്രീമാണല്ലോ. നമ്മൾ നാട്ടിലുള്ള സമയത്ത് നമ്മൾ WRX റാലി ഒക്കെ കാണുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും, ഈ WRX എന്ന് പറഞ്ഞ ബ്രാൻഡ് നാട്ടിൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അന്ന് തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു WRX എടുക്കണം എന്നുള്ളത്. അത് കാനഡയിൽ വന്നപ്പോൾ സാധിച്ചു. പിന്നെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം, WRX ബിൽഡ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, WRX ഒരു ഇഷ്യൂ തരുന്ന ഒരു വണ്ടിയാണ്. അത് കൊണ്ടു നടക്കേണ്ട രീതിയിൽ കൊണ്ടു നടന്നില്ലെങ്കിൽ ഇഷ്യൂ തരുന്ന ഒരു വണ്ടിയാണ്. പണ്ട് ഞാനും കാനഡ വന്നപ്പോൾ എല്ലാവരും സുബ്രു എടുക്കില്ല, ഹെഡ് ഗ്യാസ്കറ്റ് ഇഷ്യൂ എന്ന് എല്ലാവരും പറയും. ഹെഡ് ഗ്യാസ്കറ്റ് ഇഷ്യൂ അങ്ങനെ അതൊരു മിത്താണ്. അപ്പം നമ്മളിത് യൂസ് ചെയ്യുന്ന പോലെയാണ്. അപ്പൊ എല്ലാവരും ഓടിച്ച ഹെഡ് ഗ്യാസ്കറ്റ് ഇഷ്യൂ വരില്ല. പിന്നെ ഇതിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, ലൈക്ക് മാനുഫാക്ചേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെക്ടിഫിക്കേഷൻസ് ഉണ്ട് അവർ ചെയ്യാത്തത്. സിലിണ്ടർ 4 അത് സിലിണ്ടർ 4 ഇതിൽ കൂളന്റ് പമ്പ് ചെയ്യണത് സിലിണ്ടർ 4 മാത്രം കുറച്ച് ലോങ് റൂട്ടാണ്. അപ്പൊ അത് നമ്മൾ ബൈപ്പാസ് ചെയ്തിട്ട് ഒരു അഡീഷണൽ ഒരു സേഫ്റ്റി, അതായത് നമ്മൾ എഞ്ചിൻ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സിലിണ്ടറിനും കൂളന്റ് ഒരേ രീതിയിൽ ഇന്നിൽ കയറി വരുന്നതും എക്സിറ്റിൽ വരുന്നതും രീതിയിലാക്കിയിട്ടുണ്ട്. അതാണ് സിലിണ്ടർ 4. അത് മേജർ ഒരു ഇഷ്യൂ ആണ്. കാരണം ഈ EJ25 നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും സിലിണ്ടർ 4 ആണ് കംപ്ലൈന്റ് ആവുന്നത്. അതിന്റെ റിംഗ് ലാൻഡിൽ ഫെയിലിയർ ആയിട്ട് നോക്ക് വരാണ് യൂഷ്വലി ചെയ്യാറുള്ളത്. അപ്പോൾ അത് മേജർ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ അത് ചെയ്യാൻ റെക്ടിഫൈ ചെയ്യാനുള്ളതാണ് ഈ സിലിണ്ടർ 4 കൂളിംഗ് മോഡ്. പിന്നെ ഉള്ളത് ഇതിൽ എയർ ഓയിലും മിക്സ് ആവുന്ന ഒരു പ്രോബ്ലം യൂഷ്വലി അതിനാണ് എയർ ഓയിൽ സെപ്പറേറ്റർ. അപ്പോൾ അതില്ലെങ്കിൽ നമ്മൾ ഈ ഇന്റർകൂളറിന്റെ ഈ പൈപ്പ് ഊരി കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൽ ഓയിൽ ബെൽറ്റ് ഉണ്ടാവും. ആ ഓയിൽ നമ്മുടെ ടർബോയിൽ എത്തിക്കഴിഞ്ഞാൽ ടർബോ സീസ് ആവും. ഒബ്വിയസ്ലി വണ്ടി ഡെഡ് ആണ്. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻലൈൻ 6 ഇതിപ്പോ ബോക്സർ എഞ്ചിനാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും ഇതൊരു ബോക്സർ എഞ്ചിനാണ്. നമ്മുടെ സുബ്രൂസ് എല്ലാം പറഞ്ഞാൽ ഇൻലൈൻ 4 അല്ല. അപ്പം എന്താണ് ഇപ്പം കുറെ നാളായിട്ട് ഓടിക്കുന്നുണ്ടല്ലോ, അപ്പം എന്താണ് നമ്മുടെ ഇൻലൈൻ 4 വിസ് ഒരു നമ്മുടെ ബോക്സർ എഞ്ചിൻ വരുമ്പോൾ ഇതിന്റെ സ്റ്റെബിലിറ്റി ആണ് ബോക്സറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം. അതായത് ഇത് താന്നിരിക്കുകയാണ്, പിസ്റ്റൺ ഇങ്ങനെയാണ് അടിക്കുന്നത്. സാധാരണ വണ്ടിയുടെ മുകളിലേക്ക് അടിക്കുന്ന പോലെ അല്ല, ഇത് ഇങ്ങനെയാണ്. അപ്പം കുറച്ചും കൂടി ബാലൻസ്ഡ് ആണ്. നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എപ്പോഴും കുറച്ചും കൂടെ സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും. പിന്നെ ഇതിൽ 2.5 ലിറ്ററിന്റെ എഞ്ചിനാണ് വരുന്നത്. അപ്പം ബോക്സർ എഞ്ചിൻ അറിയാം, പോർഷെ ബോക്സറാണ്. അപ്പം ഇത് എല്ലാവർക്കും ഒരു തൊടാൻ പേടിയുള്ള ഒരു എഞ്ചിനാണ്. വർക്ക് ചെയ്യാനാണെങ്കിലും ഇപ്പൊ നോക്കിയാൽ തന്നെ കാണാം, അതിൽ ഗ്യാപ്പ് ഇല്ല. അതില് പിന്നെ ഇവന് സ്പാർക്ക് പ്ലഗ് മാറണമെങ്കിൽ അതെ, എല്ലാം കുറച്ച് ടഫാണ്. ഇതിലിപ്പോ എല്ലാ മോഡിഫിക്കേഷൻ നമ്മൾ കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒരു കവർ അല്ലേന്ന്. ഈ കവർ വെക്കാനുള്ള ബുദ്ധിമുട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്താണ്ട് എനിക്ക് അറിയാം. അപ്പൊ നീ ഇത് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു. അതെ, ഞാൻ ഈ 2-3 കവറൊക്കെ ഞാൻ വെക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ബുദ്ധിമുട്ട് അറിയാം. ഇതിൽ തീരെ സ്പേസ് ഇല്ല. അതായത് ടോട്ടലി കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടാണ് എഞ്ചിൻ വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് വേറൊരു ഡൗട്ടുള്ളൂ. ഇപ്പം നിനക്കറിയാം, ഞാനൊരു സുബികായല്ല, അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് തന്നെ. ഇപ്പം WRX-ന്റെയും അല്ലെങ്കിൽ ഒരു STIയുടെയും രണ്ടും ബോക്സർ എഞ്ചിനാണ് വരുന്നത്. എന്താണ് ഒരു മെയിൻ ഡിഫറൻസ് വരുന്നത്? മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ WRX വരുന്നത് 2 ലിറ്റർ ടർബോ എഞ്ചിനാണ്, ഇത് വരുന്നത് 2.5 ലിറ്റർ ടർബോ എഞ്ചിനാണ്. പിന്നെ STI എന്ന് പറയുമ്പം ലൈക്ക് ആ എഞ്ചിൻ 2.5 ലിറ്റർ എഞ്ചിൻ ആ ഒരു വ്യത്യാസം കൂടാതെ തന്നെ ഇതിന്റെ ഇന്റേണൽസ് കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ് WRX വെച്ച് നോക്കാം. അതെ, അതായത് ഇത് ഓൾറെഡി സ്റ്റോക്ക് വരുന്നത് 3 ടൺ ഹോഴ്സ് പവറിലാണ്. അപ്പം എനിക്ക് തോന്നുന്നത് WRX അതിലും കുറവാണ്. എന്തായാലും അത് എത്രയാണെന്ന് കറക്റ്റ് അറിയില്ല. ബട്ട് 3 ടൺ ഹോഴ്സ് പവർ വരണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഇന്റേണൽസ് ഉണ്ടാവണം. അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. പിന്നെ നമ്മൾ
ലുക്ക് വൈസ് നോക്കുവാണെങ്കിൽ തന്നെ എന്തൊക്കെയാണ് ഇപ്പോൾ ഫ്രണ്ടിൽ ഇപ്പോൾ കാർബൺ ഫൈബർ ലിപ്പ് കണ്ടു, പിന്നെ അപ്ഗ്രേഡ് നമ്മുടെ ഫ്രണ്ടിലത്തെ ബ്രേസ് കണ്ടു. അപ്പോൾ എന്തൊക്കെയാണ് ബാക്കിയൊക്കെ ചെയ്തിരിക്കുന്നത്? സ്റ്റോക്ക് ഹെഡ്ലൈറ്റ്സ് ആണോ അത്? സ്റ്റോക്ക് ഹെഡ്ലൈറ്റ്സ് ആണത്. ഈ ഹെഡ്ലൈറ്റ്സ് അതായത് സ്റ്റോക്ക് ആഫ്റ്റർ മാർക്കറ്റിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് ഇതിൽ വരുന്നത് ഐസൈറ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വരുന്നുണ്ട്. അതായത് നമ്മൾ നാട്ടിൽ പൾസർ ഓടിച്ചവർക്ക് അറിയാം, നമ്മൾ പൾസറിന്റെ ഹാൻഡിൽ തിരിച്ചാൽ ഹെഡ്ലൈറ്റിൽ നേരെ തന്നെ ഇരിക്കും. ബട്ട് എഫ് സി ആണെങ്കിലോ, എഫ് സി ആണ് ഹെഡ്ലൈറ്റ് എങ്ങോട്ടാണോ ഹാൻഡിൽ എങ്ങോട്ടാണോ യൂറോക്കാരൊക്കെ തന്നെ കോർണർ. അതെ, അതായത് ഇപ്പൊ നമ്മൾ ഹെഡ്ലൈറ്റ് ഏത് ഭാഗത്താണോ ടയർ തിരിക്കുന്നത് ആ ഭാഗത്തേക്ക്. അപ്പൊ ആ ഒരു ഫീച്ചർ നഷ്ടപ്പെടണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഹെഡ്ലൈറ്റ് സ്റ്റോപ്പ്. അത് നമ്മുടെ ജർമ്മൻ കാറുകളിലോട്ട് വരുമ്പോൾ ഇപ്പൊ BM ഒക്കെ അത് പറയണെന്ന് പറഞ്ഞാൽ കോർണറിൽ ലാമ്പെന്നാണ് പറയുന്നത്. അപ്പൊ ഓരോ മാനുഫാക്ചർ അത് ഓരോരോ പേരിട്ട് വിളിക്കും. ഐസൈറ്റ്. അതെ. അപ്പം പിന്നെ നമ്പർ പ്ലേറ്റ് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ST യുടെ ഇത് അല്ലേ, ഇതിപ്പം കനേഡിയൻ ഹോൾസ് ഡിഫറെന്റ് ടു JDM ഹോൾസ് ആണ്. ഇതിപ്പോ ഓൾറെഡി ഇരിക്കുന്നത് JDM ഹോൾസിലാണ്. ഈ വണ്ടി ഞാൻ എടുത്തപ്പോൾ ഓൾമോസ്റ്റ് ബ്രാൻഡ് ന്യൂ ആയിരുന്നു. ലൈക്ക് ഞാൻ എടുത്ത സമയത്ത് ഇതിൽ ആകെ 1000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എടുത്ത സമയത്ത് ഇതിൽ നമ്പർ പ്ലേറ്റ് ഫ്രണ്ടിൽ ഇല്ല. അപ്പം അവരെന്നോട് ചോദിച്ചു വേണമെങ്കിൽ കാനഡിയൻ നമ്പർ പ്ലേറ്റ് വെക്കണമെങ്കിൽ ഹോൾ ഡ്രിൽ ചെയ്യണം. ഐ വാസ് നോട്ട് ഹാപ്പി വിത്ത് ഇറ്റ്. സോ ഫസ്റ്റ് തിങ് ഞാൻ ചെയ്തത് നമ്പർ പ്ലേറ്റ് റീലൊക്കേഷൻ ആണ്. അതിപ്പോ അത് മിക്കവരും തന്നെ നമ്പർ പ്ലേറ്റ് റീലൊക്കേറ്റ് ഇവൻ ഞാനും ചെയ്തിട്ടുണ്ട്. അതൊരു നമ്മളെല്ലാരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ എല്ലാവരും വിഷമിക്കണം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളിപ്പോ ഒരു വണ്ടി യൂസ്ഡ് എടുക്കുകയാണ്, ഓൾറെഡി അവിടെ ഹോൾ ഉണ്ട്. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ നമുക്ക് വർക്ക് ചെയ്യണം. അപ്പൊ വണ്ടിയുടെ സൈഡിലോട്ട് വന്നാൽ ഇപ്പം നമുക്കറിയാം ഫോർച്യൂണോട്ടോന്റെ കോയിലോറാണ്. അപ്പൊ അതിന്റെ സ്പെക്ക് എന്തൊക്കെയാണ് വണ്ടിക്ക്? ഒരു നോർമൽ ഇതുമായിട്ട് കോയിലോറ ഡിഫറൻസ് ഉണ്ട് ഫോർച്യൂണോട്ടോന്റെ? ഫോർച്യൂണോട്ടോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ഹൈ ക്വാളിറ്റി കോയിലോവേഴ്സ് ആണ്. ലൈക്ക് എക്സ്പെൻസീവ് ആണ്. ഇപ്പം കമ്പാരിറ്റീവ്ലി ബാക്കി കോയിലോവേഴ്സ് ഒക്കെ നമുക്ക് ഒരു $1,000 റേഞ്ചിൽ കിട്ടും. ഇത് ഓൾമോസ്റ്റ് $3,500 മുകളിൽ വരും. വിത്ത് ടാക്സ് ആകുമ്പോഴും അത് കുറച്ചും കൂടെ കൂടും. പിന്നെ അത് 10K സ്വിഫ്റ്റ് സ്പ്രിങ്സ് ആണ്. അപ്പം നമ്മുടെ എനിക്ക് തോന്നുന്നത് 24 ways of adjustments ഉണ്ട്. ഡാമ്പനിങ് ആൻഡ് എവറിത്തിങ് ക്യാൻ ബി അഡ്ജസ്റ്റഡ്. അപ്പോൾ ട്രാക്കിൽ പോകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് സസ്പെൻഷൻ സോഫ്റ്റ് ആക്കണമെങ്കിൽ സോഫ്റ്റ് ആക്കാം, അല്ലെങ്കിൽ ഹാർഡ് ആക്കണം. അപ്പം കോർണറിങ് എങ്ങനെയാണോ നമ്മുടെ ട്രാക്ക് എങ്ങനെയാണോ ഓടിക്കുന്നത് അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാം അതിൽ. അതുപോലെ തന്നെ ഇപ്പോൾ അണ്ടർഗ്ലോ കൊടുത്തിട്ടുണ്ട്. അണ്ടർഗ്ലോ അതാ പറഞ്ഞ ഹൈവേയിൽ പോകുമ്പോൾ നല്ല രസമായിരിക്കും. അതെ, അണ്ടർഗ്ലോ എന്ന് പറഞ്ഞാല് അണ്ടർഗ്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താണെന്നറിയോ? പുറത്തൊന്നും കാണത്തില്ല, ലൈറ്റ് മാത്രമേ കാണൂ. അത് അണ്ടർഗ്ലോ നമ്മൾ ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പം കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ LED നമുക്ക് ദൂരെ കാണാം. അത് ഭയങ്കര ബോറാണ്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് മാർക്കറ്റിൽ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും എല്ലാവരും റിവ്യൂല് ഹൈ റിവ്യൂ കൊടുത്തിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ലോഗ്ലോ എന്ന് പറഞ്ഞത്. അവരുടെ വെരി എക്സ്പെൻസീവ് ആണ് കമ്പയർഡ് ടു എനി അതർ അണ്ടർഗ്ലോസ്. $100 $150 നമുക്ക് ഒരു അണ്ടർഗ്ലോ കിട്ടും. അതെ, ഇതിന് ഓൾമോസ്റ്റ് $600 ആണ്. അപ്പം നമ്മളിത് US നിന്നാണ് വരുത്തിയിരിക്കുന്നത്. അപ്പൊ അവർ തരുമ്പോൾ തന്നെ അതിനകത്ത് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഇത് എങ്ങനെയാണ് നമ്മൾ നീറ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അതിനുള്ള എല്ലാ സ്പെക്സും അതിനുള്ള എല്ലാ ലൈക്ക് ഗാഡ്ജറ്റ്സും അവർ തന്നിട്ടുണ്ട്. നമുക്കത് കറക്റ്റായിട്ട് ടക്കിൻ ചെയ്യാനുള്ള സിപ്പ് ടൈ ആണെങ്കിലും എല്ലാം അവരുടെ ആ ഒരു കിറ്റിലുണ്ട്. അപ്പം പിന്നെ അത് ഇറ്റ് വാസ് ലൈക്ക് 8 hours of work. അതെ, 8 മണിക്കൂർ എടുത്തത്. അത് നമ്മൾ എക്സ്പീരിയൻസ് അല്ല, ഫസ്റ്റ് ടൈമാണ് ചെയ്യണത്. പക്ഷെ അതാ പറഞ്ഞ ക്വാളിറ്റി നമുക്ക് കാണാനുണ്ട്. ഇപ്പൊ നമ്മൾ പല ഇവന്റ്സിന് പോകുമ്പോൾ നമ്മൾ ഇഷ്ടം പോലെ അണ്ടർഗ്ലോ ഉള്ള വണ്ടിയാണ്. പക്ഷെ എല്ലായിടത്തും നമ്മളിപ്പോ കുറച്ച് ദൂരെ മാറി നോക്കിയാൽ നമുക്ക് അണ്ടർഗ്ലോ കാണാം. പക്ഷെ ഇത് ഒട്ടും കാണാൻ പറ്റില്ല. അതൊരു നല്ലൊരു ഇതായിട്ടാണ്. പിന്നെ ഇതിൽ നമുക്ക് എത്ര ടൈപ്പ് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം. പല കളേഴ്സ് ഉണ്ട്. ഇത് RGB ആണ്. പിന്നെ റണ്ണിങ്സ് വേണേ ഇടാം. നമുക്ക് എല്ലാ കളറും റൺ ചെയ്യുന്ന രീതിയിൽ ഇടാം. ബട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ലൈക്ക് അട്രാക്റ്റീവ് തിങ്സ് താല്പര്യമില്ല. എനിക്ക് ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു കളറാണ് എനിക്ക് താല്പര്യം. പിന്നെ ഈ സൈഡ് സ്കേർട്ട് വരുമ്പോൾ അത് ആഫ്റ്റർ മാർക്കറ്റിൽ ഇത് 4 സ്പീഡിന്റെ സൈഡ് സ്കേർട്സ് ആണ്. ഇതും ഇവര് പ്രൊഡക്ഷൻ നിർത്തിയത്. ഇത് ഇനി കിട്ടില്ല. ഇതിപ്പോ നമ്മള് പൊട്ടിച്ചു കഴിഞ്ഞാല് നമ്മൾ ഇനി വേറെ ഡിസൈൻ നോക്കി എടുക്കേണ്ടി വരും. ഇത് കിട്ടില്ല. ഇപ്പൊ എന്റെ ചെറിയൊരു ക്രാക്ക് വന്നായിരുന്നു. അപ്പൊ ഞാനത് ഫിക്സ് ചെയ്തു. കാരണം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാനില്ല. ഇത് സ്റ്റോക്ക് വരുന്നതാണ്. അത് സ്റ്റോക്ക് വരുന്നല്ല. അത് ഒരു WRC STA ഒരു വേറൊരു എഡിഷൻ ഉണ്ട്, ടൈപ്പ് RA എന്ന് പറഞ്ഞിട്ട്. ടൈപ്പ് RA ഒരു ലിമിറ്റഡ് എഡിഷൻ STA ആണ്. അത് 1 year ഒരു ഇയറിൽ മാത്രം ഇറങ്ങിയ വണ്ടിയാണ്. അപ്പൊ ആ വണ്ടിയിൽ വരുന്ന ഒരു മോഡിഫിക്കേഷൻ ആണ്. അപ്പൊ ഇത് എനിക്കിത് കണ്ടപ്പോൾ തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യണമെന്ന്. റിസ്കിയാണ്. നമ്മളെ ബമ്പർ കട്ട് ചെയ്തിട്ട് വേണം ഇത് ഫിറ്റ് ചെയ്യാൻ. അപ്പം കുറച്ച് ടഫ് ആയിരുന്നു ചെയ്യാൻ. ബട്ട് ഫിറ്റ്മെന്റ് വൈസ് ഇറ്റ്സ് പ്രിറ്റി. അതെ, അത് കാണുമ്പോൾ ഒരു അത്യാവശ്യം നല്ലതുണ്ട്. ഫ്രണ്ടി ഗ്രില്ല് ഫെൻഡറി ഗ്രില്ല് വരുന്നതുകൊണ്ട് ബാക്കിലും കൂടെ ഇത് നമ്മുടെ ബ്രേക്സിനൊക്കെ എയർ ഫ്ലോ കിട്ടും. കീപ് ഇറ്റ് കൂൾ. അതെ, പിന്നെ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ബാക്കിൽ ഇതിപ്പോ സ്റ്റോക്ക് വിങ്ങില്ല. പക്ഷേ ഈ ചെറിയ പീസിന് അത് ഗേണി ഫ്ലാപ്പ് എന്ന് പറയും. അത് ഒരു എസ്തെറ്റിക് മോഡാണ്. പിന്നെ എയറോ വൈസ് ഓൾസോ ലൈക്ക് ഇറ്റ്സ് പുഷിംഗ് ദി എയർ അപ്പ്, റൈറ്റ്? അപ്പം അത് കാണാൻ ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു അട്രാക്റ്റീവ് ആയി തോന്നി. അപ്പം ഞാൻ ആ ഒരു മോഡ്
ചെയ്തതാണ്. അതെ, അതുപോലെ തന്നെ ഈ വിങ് സ്റ്റെബിലൈസർ ഇത് നല്ലൊരു അത് wing stabilizer- പല വരെ ക്രാക്ക് ആവുന്നുണ്ട്. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഹൈവേ സ്പീഡ്സിൽ വലിയ പ്രോബ്ലം ഇല്ല. ബട്ട് നമ്മൾ ഓവർ 100 കിലോമീറ്റേഴ്സ് ലൈക്ക് ലൈക്ക് 150 ആ ഒരു ഇതിലൊക്കെ ട്രാക്കിൽ ചെയ്യുമ്പോൾ ബോബ്ലിംഗ് ഉണ്ടാവും. ബോബ്ലിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ വിങ് ക്രാക്ക് ആവും. അപ്പൊ അത് ഇത് ഉള്ളത് കാരണം കുറച്ച് സ്റ്റേബിൾ ആയിട്ട് നിന്നോളും. അതുപോലെ തന്നെ ബാക്കിലോട്ട് വന്നാൽ അഗ്രസീവ് നമ്മുടെ ഒരു ഡിഫ്യൂസറും മെറ്റൽ ഡിഫ്യൂസർ ആണല്ലോ. മെറ്റൽ ഡിഫ്യൂസർ ആണ്. ആ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ സ്ട്രാഫെ ഡിസൈൻ ആണ്. ഇഫ് somebody wants to buy it, I would not prefer. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിയുമ്പം വന്നു ആ ഒരു അവസ്ഥയാണ്. ഞാൻ ഓർഡർ ചെയ്ത് കുറെ നാൾ കഴിഞ്ഞിട്ട് ആ പ്ലാൻ ഞാൻ ഡ്രോപ്പ് ചെയ്തായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം സാധനം ഡെലിവറി ചെയ്തു. അപ്പൊ ഞാൻ വെച്ചു. പിന്നെ ബാക്കിൽ ഇതുപോലെ നമ്മുടെ തേർഡ് ബ്രേക്ക് ലൈറ്റ് ഉണ്ട്. പിന്നെ NVIDIA R400 കാറ്റ് ബാക്ക് എക്സോസിസ്റ്റ് ആണ് ഇരിക്കുന്നത്. അത് മറ്റേ ടോമയുടെ അത്ര ലൗഡ് ആണോ? ടോമയുടെ അത്ര ലൗഡ് അല്ല. ബട്ട് R400 NVIDIAന്റെ ലൗഡസ്റ്റ് എക്സോസ്റ്റ് ആണ് R400. ബട്ട് ടോമെ സിംഗിൾ എക്സിറ്റ് ഉണ്ട്. അതാണ് അത്യാവശ്യം നല്ല ലൗഡാണ്. ബട്ട് ഇഫ് നമ്മൾ ഡൗൺ പൈപ്പ് മാറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ ദിസ് വിൽ സ്ക്രീം. ലൈക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് ഈ സെയിം സെറ്റപ്പ് ഉണ്ട്. R400 എക്സോസ്റ്റ് വിത്ത് ഡൗൺ പൈപ്പ്, കോബിന്റെ ഡൗൺ പൈപ്പ് ഉണ്ട്. യു കാൺ സ്റ്റേ ക്ലോസ് ടു ദ കാർ. ഇറ്റ്സ് ലൗഡ്. ഫ്ലെയിം ഉണ്ടാവും. അപ്പോൾ ഫ്ലെയിം ഇല്ല. അത് ഫ്ലെയിമിന് ഒക്കെ ചെയ്യണം. ഈ വണ്ടിക്ക് ഫ്ലെയിം ഐ ഡോണ്ട് പ്രിഫർ. ലൈക്ക് ഐ വുഡ് നോട്ട് ലൈക്ക് ഫ്ലെയിം ത്രോ കിറ്റ് ചെയ്യാം. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ എഫക്ട് ദി എൻജിൻ, യു നോ. അതെ, ഇപ്പൊ സ്റ്റിൽ നമ്മൾ ലോ കിലോമീറ്റർ റൺ ചെയ്യുമ്പോൾ അതിന്റെ ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മളൊരു എന്താ പറയുക $5,000-8,000 വണ്ടി എടുത്തിട്ട് അതേ ഫ്ലെയിം നമുക്ക് ഷോ ഓഫ് ചെയ്യാം. അതെ. പിന്നെ ഇവിടെ വേറെ ചെയ്തേക്കുന്ന ഇവിടെ ഷാർക്ക് ഫിൻസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ റൂഫില്. അതൊരു ജസ്റ്റ് എയറോ അത് ഓക്കെ. ദിസ് ഇസ് ദ ഫണ്ണി പാർട്ട്. ഇത് സുബറു പ്രൊവൈഡ് ചെയ്യണതാണ്. ഇത് സുബറു ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന സാധനമാണ്. ദേ കുഡ് ഹാവ് ആഡഡ് ദിസ് ടു ദ കാർ വിച്ച് ലൈക്ക് ദിസ് ഗോസ് വിത്ത് ദ കാർ. ലൈക്ക് ഇത് കാറിന്റെ ലുക്കിന് കറക്റ്റ് ആയിട്ട് മാച്ച് ആവുന്ന ഒരു സാധനമാണ്. ബട്ട് അവർ ചെയ്യില്ല. കാരണം അവർക്കറിയാം നമുക്ക് ആവശ്യമുള്ള സാധനം ഒക്കെ നമ്മൾ വാങ്ങുന്ന അവർക്കറിയാം. ലൈക്ക് ഈവൻ നമ്മൾ സുബറുവിന്റെ ഫ്രണ്ടില് ലിപ്പ് വരുന്നുണ്ട്. അവര് സുബറു STA ബാഡ്ജിങ് ഉള്ള ലിപ്പ് നമുക്ക് സുബറുവിന്റെ ഡീലർഷിപ്പിൽ വാങ്ങാൻ കിട്ടും. അത് നോക്കിക്കഴിഞ്ഞാൽ ബമ്പറിന്റെ അടിയിൽ പോയിന്റ് ചെയ്തിട്ടുണ്ട് എവിടെ ഡ്രിൽ ചെയ്യണം. സോ ദേ നോ വി ഗോണ പുട്ട് ഇറ്റ് റൈറ്റ്. ഒബ്വിയസ്ലി ആഫ്റ്റർ മാർക്കറ്റ് പാർട്സ് ആയിട്ട് ജസ്റ്റ് അവർക്ക് അതാണ് ബിസിനസ്. അവർക്ക് ആഫ്റ്റർ മാർക്കറ്റ് നമ്മൾ എക്സ്ട്രാ പാർട്സ് വാങ്ങാന്നുള്ളത് അവരുടെ ബിസിനസ് ഐഡിയ ആണ്. സോ പിന്നെ വണ്ടിയുടെ ബ്രേക്സ് വരുന്നത് ബ്രംബോയുടെ ബ്രേക്സ് ആണ്. ഫ്രണ്ടിൽ 6 പിസ്റ്റണും ബാക്കിൽ 2 ആണ് വരുന്നത്. സ്റ്റോക്ക് കളർ ലൈക്ക് നിയോൺ ഗ്രീൻ. അപ്പൊ അതില് ആ ഒരു തീമിലാണ് ബാക്കി ബാഡ്ജിങ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഇത് സ്റ്റേജ് 2+ ഒക്കെ അടിക്കണം. എത്ര വരെ സ്റ്റോക്ക് ഇന്റേണൽസ് എത്ര വരെ പുഷ് ചെയ്യാൻ പറ്റും? സ്റ്റോക്ക് ഇന്റേണൽസിൽ ഒരു 400. അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ wheels 400 wheels. Okay, അത് with stock internals, but you have to have a lot of other mods. But 400 wheels ഇപ്പോ enough ആണ്. 400 wheels ചെയ്യണമെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു സുബി ഷോഡൗൺ മീറ്റിൽ പോയപ്പം ബാൺ ബിൽറ്റ് എന്ന് പറഞ്ഞാൽ അവരാണ് കാനഡിയൻ കാർ ലൈക്ക് സുബറു ഇതിൽ ഏറ്റവും ഹൈയിൽ നിൽക്കുന്ന ഒരു ബിൽറ്റ് ടീംസ്. അവരാണ് അവരുടെ സംസാരിച്ച് അവർ പറഞ്ഞു ഒരു $30,000 ഉണ്ടെങ്കിൽ നമുക്കൊരു 400 വീൽ ഹോഴ്സ് പവർ ചെയ്യാം സ്റ്റോക്കിൽ. ഇഫ് നമുക്ക് വേണമെങ്കിൽ അതിൽ മുകളിൽ പുഷ് ചെയ്യണമെങ്കിൽ ഇന്റേണൽസ് എല്ലാം മാറ്റണം. അവർ പ്രൊവൈഡ് ചെയ്യും. 30,000 ഞാൻ നിന്നോട് അതിനേക്കാളും ദിസ് കാർ ഇസ് നോട്ട് ഈസി ടു ലൈക്ക് ഹാവ് മോർ പവർ. ലൈക്ക് ഇതിൽ കുറെ പവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ പൈസ ഇറക്കണം, കുറെ ടൈം റിസർച്ച് ചെയ്യണം. ഇപ്പൊ സുബ്രു എടുക്കാൻ നിൽക്കുന്ന പിള്ളേരുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ട്യൂൺ ചെയ്യാൻ നിൽക്കുന്ന പിള്ളേര്, അവരോട് നിനക്ക് ഇപ്പൊ സുബ്രു ഓണർ അല്ലെങ്കിൽ ഇത്ര റിസർച്ച് ഇവന്റ്സിന് പോയിട്ടുണ്ട്, ഇത്ര നോളജ് ഉള്ളതുകൊണ്ട് നിനക്കിപ്പോ എന്താണ് ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻ കൊടുക്കാനുള്ളത്? ഗൈഡ് ലൈൻ കൊടുക്കണം. ഞാൻ ചെലവാക്കി എത്ര പൈസ ആരും ചെലവാക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടിയുടെ വിലക്ക് മോഡിഫൈ ചെയ്തേക്കണ ഒരുത്തരാണ് നീ. നമുക്ക് പവർ ആണ് മെയിൻ ആയിട്ട് കോൺസെപ്റ്റ്. പകലിന്റെ അമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവന് ഈ വണ്ടി മുടക്കിയ കാശുണ്ട് ഒരു വീടിന് ഡൗൺ പേയ്മെന്റിനേക്കാൾ 2 വീടിന് ഡൗൺ പേയ്മെന്റ് ഇടാം. അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പവർ ആണ് ആവശ്യമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ട്യൂൺ അടിക്കരുത്. ഇതിൽ കുറേ റിലയബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഞാൻ ഓരോന്ന് ടാക്കിൾ ചെയ്ത് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം പവർ മോഡ്സിലേക്ക് കയറാൻ മെയിൻ്റെനൻസ്. അതായത് അതിൽ മെയിൻ ആയിട്ട് ഒരു ഇതാണ് ഇന്റർകൂളർ. സ്റ്റോക്ക് ഇന്റർകൂളർ ഇറ്റ്സ് നോട്ട് അപ് ടു ദ മാർക്ക്. ലൈക്ക് ഇതിപ്പോ ഗ്രിം സ്പീഡിന്റെ ഇന്റർകൂളർ ആണ്. ഇത് അത്യാവശ്യം വൈഡർ ആണ്, തിക്കർ ആണ്. അപ്പം ഇതിൽ കൂടുതൽ എയർ ഫ്ലോ കിട്ടും. പിന്നെ സ്റ്റോക്ക് ബൈപാസ് വാൽവ് ഉണ്ട്, അതും അത്യാവശ്യം. പിന്നെ എയർ ഓയിൽ സെപ്പറേറ്റർ നമ്മൾ എക്സ്ട്രാ വെക്കണമാണ്. എയർ ഓയിൽ സെപ്പറേറ്റർ ചെയ്യുക. അപ്പം നമ്മുടെ എഞ്ചിൻ ഓൾറെഡി എപ്പോഴും ക്ലീൻ ആയിരിക്കും, എയർ ഓയിൽ മിക്സിംഗ് ഉണ്ടാവില്ല. പിന്നെ വരുന്ന ഒരു പ്രശ്നമാണ് ഓയിൽ ബാഫിൾ. ഇതിന്റെ ഓയിൽ പാനിലുള്ള ബാഫിൾ ചെറിയൊരു പ്രശ്നക്കാരനാണ്. ഇത് നമ്മൾ മറ്റേ ഇതിനൊക്കെ കാണും. ഇപ്പൊ നമ്മള് സെലിക്കൊക്കെ വരുമ്പോൾ സെലിക്ക ട്രാക്കിൽ പോകുമ്പോൾ ഒരു ഓയിൽ പാൻ മാറ്റും. കോർണറിങ് എടുക്കുമ്പോൾ ഓയിൽ സ്റ്റാർവേഷൻ വരും. അതെ, ഇതിൽ സ്റ്റക്ക് ആവുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പം
IAGന്റെ ഓയിൽ പാൻ എല്ലാം എക്സ്പെൻസീവ് ആണ്, ബട്ട് ഓയിൽ പാൻ ചേഞ്ച് ചെയ്യുക. പിന്നെ സ്റ്റോക്ക് റേഡിയേറ്റർ അത് മാറ്റുക. സ്റ്റോക്ക് റേഡിയേറ്റർ പവർ പുഷ് ചെയ്യുമ്പം സപ്പോർട്ട് ചെയ്യില്ല. ഇതിന് തന്നെ CSFന്റെ ഉണ്ടോ? ഇല്ല, ഇത് സ്റ്റോക്ക് സുബ്രൂന്റെ തന്നെ ഇതാണുള്ളത്. CSFന്റെ ആഫ്റ്റർ മാർക്കറ്റ് എല്ലാവരും പറയണ CSF അല്ലെങ്കിൽ മിഷിമോട്ടോ അല്ല കോയോറാഡ്. ഈ 2 ബ്രാൻഡാണ് മോസ്റ്റ്ലി പ്രിഫർ. CSF ആണ് ഞങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തത്. ഞാൻ എന്റെ ഇതിൽ കോയോറാഡ് ആണ് എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് ഇരിക്കുന്നത്. പിന്നെ വരുന്നത് അത് പലർക്കും താല്പര്യം ഉണ്ടാവില്ല, ഇതിപ്പം വരുന്നത് അൺഈക്വൽ ലെങ്ത് ഹെഡർ ആണ് ഇതിൽ വരുന്നത്. അതാണ് റംബിൾ. അതെ, ആ റംബിൾ വരുന്നത് ആ അൺഈക്വൽ ലെങ്ത് ഹെഡറിലാണ്. ബട്ട് ഓൾസോ അൺഈക്വൽ ലെങ്ത് ആകുമ്പോൾ തന്നെ അറിയാം ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യണത് 2 സിലിണ്ടറിൽ നിന്ന് വരുന്ന പോലെ മറ്റേ സിലിണ്ടറിൽ നിന്ന് വരില്ല, കുറച്ച് ടൈം എടുക്കും. അതൊരു പ്രോബ്ലം ആണ് ഈ വണ്ടിയിൽ. അപ്പൊ നമ്മൾ ഏത് ഹൈ പവറിലൊക്കെ ആയിരിക്കുമ്പോഴേക്ക് അൺഈക്വൽ ലെങ്ത് ഹെഡർ പ്രോബ്ലം ആവും. ബട്ട് ഈക്വൽ ലെങ്ത് ഹെഡർ പ്രിഫർ ചെയ്യുന്നതാണ് എന്റെ ഒരു പ്രിഫറൻസ്. ഈക്വൽ ലെങ്ത് ഹെഡർ നമുക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയുക ബോൾഡ് ഔട്ട് ആയിരിക്കും. അതെ, റംബിൾ വിൽ ബി ലോസ്റ്റ്. റംബിൾ പോകും. അതായത് സുബ്രൂന്റെ റാസ്പ് അങ്ങനത്തെ എല്ലാം പോകും. അതെ, അതായത് സുബ്രൂന്റെ ഐക്കോണിക് എന്ന് പറഞ്ഞാൽ സുബ്രു റംബിൾ ആണ്. ആ റംബിൾ നമ്മൾ ഈക്വൽ ലെങ്ത് ഹെഡർ ഇട്ടാ പോകും. ബട്ട് ഹീറ്റ് ഡെസിപ്പേഷൻ ഈക്വൽ ആയിരിക്കും. ഹെൽത്തി എഞ്ചിൻ ഉണ്ടാവും. ഇറ്റ് വോണ്ട് ബ്രേക്ക്. ലൈക്ക് എഞ്ചിൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പോയല്ലോ, പിന്നെ പറഞ്ഞ കാര്യമില്ലല്ലോ. എഞ്ചിൻ സ്വാപ്പ് ചെയ്ത് ഇഷ്ടം പോലെ പിള്ളേരുണ്ടല്ലോ. എനിക്ക് അറിയുന്ന ഒരു പുള്ളിയുണ്ട്, പുള്ളി 4th എഞ്ചിനും കാണാൻ റണ്ണിയാണ്. അപ്പൊ പുള്ളിക്ക് റിലയബിലിറ്റി ഒന്നും താല്പര്യമില്ല. പുള്ളിക്ക് ട്രാക്ക് പോവാ, പവറിലടിക്കുക, തിരിച്ചു വരിക. അതെ, പുള്ളിയിൽ പൈസ ഉണ്ട്. അപ്പൊ പുള്ളി ഓരോന്ന് പൊട്ടുമ്പോൾ അടുത്ത എഞ്ചിൻ ഇറക്കും. അതെ, നമുക്കിപ്പോ വർക്ക് ചെയ്യാൻ ഇപ്പൊ ഇത് ഫെസിലിറ്റി ഉണ്ട്, ടൂൾസും ഉണ്ടെങ്കിൽ മണിക്കൂറുകൾക്ക് എഞ്ചിൻ ഇറക്കും. അതെ, നമ്മളിപ്പോ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഇത് വണ്ടിയുടെ അകം പറഞ്ഞപ്പോ നമുക്കിപ്പോ ഡിഫ് കൺട്രോൾ ചെയ്യാലോ. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഫീച്ചർ പറയുന്നത്? അതായത് ഇതാണ് ഡിഫിന്റെ കൺട്രോള്. അപ്പം നമുക്കിപ്പം ലെറ്റ്സ് സേ ബേൺ ഔട്ട് അടിക്കണം, ഡോണറ്റ് അടിക്കണം. ഇതില് ഡോണറ്റ് അടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ ലൈക്ക് സ്റ്റോക്ക് വരെ 50-50 ആണ്. അപ്പൊ നിനക്ക് ഫുൾ പവർ ബാക്കൗട്ട് ആക്കണമെങ്കിൽ ഇത് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പൊ നമുക്ക് ഡിഫറൻഷ്യൽ വെച്ചിട്ട് ഫ്രണ്ട് വീൽ ആണെങ്കിൽ ഫ്രണ്ട് വീൽ, അല്ല ബാക്ക് വീൽ ആണെങ്കിൽ ബാക്ക് വീൽ, അങ്ങനെ ചെയ്യാം. പിന്നെ WRX കമ്പയർ ചെയ്ത് നമ്മൾ ഓൾറെഡി ചാനലിൽ WRX വന്നത്. അപ്പൊ അതിൽ വേറൊരു വ്യത്യാസം ഇതിൽ വരാന്ന് വെച്ചാൽ ഈ മോഡ് സെലക്ടർ ആണ്. അപ്പം ഇത് ഇന്റലിജന്റ് മോഡ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, പിന്നെ സ്പോർട്സ് ഷാർപ്പ് ഉണ്ട്. സ്പോർട്സ് ഷാർപ്പിലാണ് മാക്സ് ബൂസ്റ്റ്. അപ്പം അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം മാക്സ് ബൂസ്റ്റ് വരുന്നത് സ്പോർട്സ് ഷാർപ്പിലാണ്. പിന്നെ ഇന്റലിജന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ക്രൂസ് ഒക്കെ ചെയ്ത് പെട്രോൾ ഒക്കെ ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ട് പോകണമെങ്കിൽ ഇന്റലിജന്റിൽ ഇടുക. ഇന്റലിജന്റിൽ ഇടാന്ന് പറഞ്ഞാൽ ഇത് പ്രസ് ചെയ്താൽ ഇന്റലിജന്റ് ആയി. നമുക്ക് ഇവിടെ കാണാം, ഇത് ഇവിടെ മാറും. ഇന്റലിജന്റ് ആകുമ്പോൾ തന്നെ ഇവിടെ ഗ്രാഫ് വരുന്നുണ്ട്, ആ ഗ്രാഫ് മാറും. ഇതുണ്ട് ഇന്റലിജന്റിന്റെ ഗ്രാഫ്, സ്പോർട്സ് ഷാർപ്പിന്റെ ഗ്രാഫ്. ലൈക്ക് പീക്ക് മാറി, ലൈക്ക് പീക്ക് ബൂസ്റ്റിന്റെ മാപ്പാണ് അവിടെ കാണിക്കുന്നത്. അപ്പം സ്പോർട്സ് SI ഡ്രൈവ് എന്ന് പറയുന്നത് സാധാ സ്പോർട്സ് ആണ്. അതിലുള്ള മാപ്പും സ്പോർട്സ് ഷാർപ്പ് തമ്മിലുള്ള മാപ്പും തമ്മിലുള്ള പീക്ക് കാണാം, കണ്ടോ? സ്ട്രെയിറ്റ് അപ്പ് ആണ്. ഇതിപ്പോ സ്പോർട്സിന്റെ ആണ് ആ യെല്ലോ, ഇന്റലിജന്റ് ആയി കഴിഞ്ഞാൽ അതാണ് ആ വ്യത്യാസം. എത്ര PSI ബൂസ്റ്റ്? ഇത് ഞാൻ 19 PSI അടിച്ചിട്ടുണ്ട് സ്റ്റോക്കില്. ഓരോ മോഡ് ചെയ്തനുസരിച്ച് കയറുന്നതനുസരിച്ച് അതില് ബൂസ്റ്റ് അത്യാവശ്യം വലിയ ടർബോ കിട്ടി കഴിഞ്ഞാൽ ബൂസ്റ്റ് ആവശ്യത്തിന്. സ്റ്റോക്ക് നമുക്ക് എത്ര 20 ആണോ വരുന്നത്? 19 ഒക്കെ മാക്സ് ആണ്. ലൈക്ക് സെൻഡ് ചെയ്താല് 19. WRX നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വരും, കാരണം അത് ചെറിയ ടർബോ ആണ്. അതിൽ കൂടുതൽ ബൂസ്റ്റ് എടുത്താലേ പവർ വരുള്ളൂ. പക്ഷേ ഔട്ട് കുറവാണ്. കാരണം ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയായിരുന്നു, അവന് വണ്ടി എടുക്കാൻ. അപ്പൊ ഞാൻ ആദ്യം വരച്ച് കംപ്ലൈന്റ് ആണ്, കാരണം ഞാൻ അതിന് മുന്നേ WRX ഓടിച്ചിട്ടില്ല, ഞാൻ STA മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. ഞാൻ ബൂസ്റ്റ് ഇങ്ങനെ ഗേജ് ഇങ്ങനെ പോവാ, ഞാൻ വിചാരിച്ചത് ഇങ്ങനെ STA ഇത്ര ഇല്ലല്ലോ, STA-നെക്കാട്ടും വലിയ ടർബോ. അത് സെയിം ഇത് തന്നെ. നമ്മൾ 335 അത് ഒരുത്തൻ അപ്ഗ്രേഡ് ട്വിൻ ടർബോ 19T CB ടർബോ വെച്ചു, മറ്റൊൻ സിംഗിൾ ടർബോ. രണ്ടും 20 PSI ആ. പക്ഷെ വണ്ടി സിംഗിൾ ടർബോ ഉള്ള പട്ടയെന്ന് പറഞ്ഞാ പോകുന്നത്. അപ്പൊ അതാ ബൂസ്റ്റ് നോക്കിയിട്ട് കാര്യമില്ല, എത്രയാണ് ഔട്ട് വരുന്നതെന്നാ നോക്കേണ്ടത്. ഇതിപ്പോ ഇതില് ഞാനിപ്പോ റീസെറ്റ് ചെയ്താണ്. ഇതിപ്പോ ലാസ്റ്റ് പീക്ക് ബൂസ്റ്റ് ആണ് കാണിക്കുന്നത്. നമ്മളിപ്പോ വരുന്ന വഴിക്ക് 17.8. പിന്നെ ഇതില് മോഡ് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഇത് ക്ലോക്ക് ആണ്. പിന്നെ ഇതില് ഫ്യൂവൽ, മറ്റേ സാധാ വണ്ടികൾ. ഇതാണ് ഡിഫറൻസ് കൺട്രോളിന്റെ ഒരു ഗേജ് വരുന്നത്. അപ്പൊ ഇതിൽ കാണിക്കും എവിടെയാ പവർ. ഇപ്പം 0 ഡിഗ്രി കണ്ടില്ല, സെൻട്രലായിരിക്കും. പിന്നെ ഇത് ആക്സലറേഷൻ, ആംഗിൾ, ബൂസ്റ്റ്. നമ്മൾ വണ്ടി ട്രാക്കിൽ ഓടിക്കുമ്പോൾ ആംഗിൾ അതൊക്കെ കാണിക്കുന്ന സാധനമാണത്. ക്ലോക്ക് ഞാൻ യൂഷ്വലി ക്ലോക്ക് അല്ല, ബൂസ്റ്റ് ഉണ്ട്. ഞാൻ യൂഷ്വലി ബൂസ്റ്റ് വെച്ചിട്ടാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ആക്സിലേറ്ററിന്റെ ആണ്. നമ്മൾ ചവിടണ്ടോ, എത്ര പെർസെന്റേജ് ആക്സിലേറ്റർ കൊടുക്കണ്ടെന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ത്രോട്ടിൽ റെസ്പോൺസിന്റെ ഇതല്ലേ? അപ്പോൾ വണ്ടിയുടെ അണ്ടർഗ്ലോ ഒന്ന് നമുക്ക് കളർ ചേഞ്ച് നോക്കാം. അണ്ടർഗ്ലോ ബ്ലൂടൂത്ത് ആണ്, നമുക്ക് ഇഷ്ടമുള്ള കളർ ഇടാം. അപ്പം എന്താണ് നിനക്ക് ഏത് കളറാണ് ഇടേണ്ടത്?
എന്തൊരു ഇട്ടോ റാൻഡം. ഇത് വൈറ്റ് ആണ്, ഓക്കെ. പിന്നെ ബ്ലൂ ഉണ്ട്. ചേസിങ് ഒക്കെ ഇല്ലേ? ചേസിങ് ഉണ്ട്, നമുക്ക് മോഡ് മാറ്റാം. ഓക്കെ. ഇതിൽ ഓൾമോസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു 150 മോഡ്സ് ഉണ്ട്. സോളിഡ് കളേഴ്സ് തന്നെ കുറച്ചുകൂടെ നല്ലതായിട്ട് വരുന്നത്. എനിക്ക് സോളിഡ് ആണ് താല്പര്യം. ഞാൻ യൂഷ്വലി റെഡ്, ഗ്രീൻ നൈസ് ആണ് അറ്റ് നൈറ്റ്സ്. പിന്നെ വൈറ്റ് നല്ലതാണ്, വാം വൈറ്റ് ഉണ്ട്. ഓക്കെ. പിന്നെ ഇത് ഓരോ മോഡ്സ് ആണ്, പല 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 മോഡ്സ് ഉണ്ട്. ഇതിപ്പോൾ ഇതിൽ നോക്കിയാൽ എനിക്ക് കാണാം, ഇതിൽ ഓൾമോസ്റ്റ് 200 മോഡ്സ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇത് കറക്റ്റ് ആ വണ്ടിയുടെ ലിപ്പിന്റെ ഷേപ്പിലും കറക്റ്റ് ഇതിലൂടെയാ പോയിരിക്കുന്നത്. അതെ, അത് നമ്മൾ തന്നെ ചെയ്താണല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു ഇതിൽ ടൈം എടുത്ത് അല്ലെങ്കിൽ കണ്ടോ ലിപ്പിന്റെ അത് ആ ഒരു വണ്ടിയുടെ ഷേപ്പിൽ തന്നെ ലൈറ്റ് പോകത്തില്ല ഒരിക്കലും. അതെ, 8 മണിക്കൂർ എടുത്തിട്ട് കഷ്ടപ്പെട്ട് ചെയ്താല് ആ ഒരു ഫിറ്റ്മെന്റ് കിട്ടും. അപ്പൊ ഇത് സമയം എടുത്തെന്നുള്ളതല്ല, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനം. ഇതിലിപ്പോ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഓൾമോസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്താണ്. എനിക്ക് തോന്നുന്നത് സസ്പെൻഷൻ ഒഴികെ ബാക്കി എല്ലാം വീട്ടിലാണ്. കാരണം സിലിണ്ടർ ഫോർ വീട്ടിൽ ചെയ്താൽ അത് ഐ വുഡ് നോട്ട് റെക്കമെൻഡ് ദാറ്റ് ഐ വിൽ ഡു ഇറ്റ് അഗൈൻ. എനിക്ക് ഇനി ചെയ്യാൻ താല്പര്യമില്ല. അത് എന്നെ ഒന്ന് പേടിപ്പിച്ചതാണ്. അത് കൂളൻ ലൈൻ അല്ല, അത് അത് വളരെ ഹാർഡായിട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതിന് സാധാ റഞ്ച് ഒന്നും പറ്റില്ല. ക്രോഫുട്ട് റഞ്ച് എന്ന് പറയാം. അതിപ്പം മെക്കാനിക്സിന് അറിയാം. ക്രോഫുട്ട് റഞ്ച് മാത്രം കയറുന്ന ഒരു ബ്ലോക്ക്. നമ്മള് സ്റ്റിയറിംഗിന്റെ റാക്കിന്റെയും സസ്പെൻഷന്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് ചരിച്ച് വേണം അത് ചെയ്യാൻ. അപ്പം അത് ഓൾറെഡി കയറുന്നത് അലൂമിനിയം ബ്ലോക്കിലേക്കാണ്. ഇതിന്റെ അലൂമിനിയം ബ്ലോക്കാണ്. ഞാൻ ലാസ്റ്റ് സ്പിന്ന് ടോർക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തപ്പോൾ അത് സ്പിന്നായി. ഞാൻ വിചാരിച്ചു പോയി. പിന്നെ 24 hours കഴിഞ്ഞിട്ട് ആ ടൈറ്റ് ചെയ്തെടുത്ത് നമ്മൾ ഒട്ടിച്ച സീൽ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റ് ആയതിനു ശേഷം 24 hours ആണ് അതിന്റെ ക്യൂർ ടൈം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂളന്റ് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അത് കൂളന്റ് ഫില്ല് ചെയ്ത് അതിന്റെ അടിയിൽ ഞാൻ 1.5 മണിക്കൂർ നോക്കിയിരുന്നു അവിടുന്ന് ലീക്ക് ഉണ്ടോ. ലീക്ക് കണ്ടു കഴിഞ്ഞാൽ തീരുമാനമായി. അത് ആ ഒരു രാത്രി മറക്കാൻ പറ്റില്ല. പിന്നെ AOSും ലൈക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ നല്ല ഹാർഡ് ജോബാണ്. അതെ, AOS ഞാൻ പുറത്തു കൊടുത്ത് ചെയ്യാൻ, ഞാനും എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ജോയ്, നമ്മൾ നാട്ടിൽ പോയി. ഞങ്ങൾ രണ്ടും കൂടെ യൂട്യൂബ് ആദ്യം കണ്ടു. അപ്പൊ ജോയ് എന്നോട് പറഞ്ഞു, ബ്രോ നമുക്കിത് പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനും പറഞ്ഞു, ബ്രോ ഇത് കുറച്ച് ടഫാണ്, നമുക്കൊന്ന് കോട്ട് എടുത്ത് നോക്കാം. AOS എന്ന് പറഞ്ഞ ടൈം എന്ന് പറഞ്ഞപ്പോ ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് ക്യാച്ച് ക്യാനാ ഞങ്ങൾക്ക് ആ ടൈം വരുന്നത്. ക്യാച്ച് ക്യാൻ നമ്മൾ ഓൾറെഡി സിമ്പിൾ. പക്ഷെ ക്യാച്ച് ക്യാൻ ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് എംപ്റ്റി ചെയ്യണം. ഇത് റീസർക്കുലേറ്റിംഗ് ആണ്. നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ തൊടണ്ട. പിന്നെ അത് അതിന്റെ ഒരു നമ്മുടെ വണ്ടി അത്ര ഓയിൽ ഇത് ചെയ്യണമെന്നനുസരിച്ചിട്ട് എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു 6 months ട്രെയിൻ ചെയ്യാം. ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഇട്ടാ പിന്നെ അതിൽ പറയണം. അതാണ് ഇത് ചെയ്യാൻ വേണ്ടി കോട്ട് എടുത്തത് AOSന്റെ വില $600 ആണ്. ഇത് കോട്ട് എടുത്തത് $800 അതിന്റെ ലേബർ അവർ ചെയ്യാൻ. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ബ്രോ $800 കൊടുക്കുന്നാലും നമുക്ക് ട്രൈ ചെയ്യാം, പാളിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാം, വരുന്നിടത്ത് നോക്കാം. പക്ഷെ ഐ വുഡ് സേ ലൈക്ക് ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ഏറ്റവും ടഫ് ഇതെന്ന് പറഞ്ഞാൽ ഇതില് ടർബോന്റെ ഒരു ഇൻലെറ്റ് തിരിച്ചിടാനുണ്ട്. അത് ഞാൻ സ്ട്രഗിൾ ചെയ്തു. ഞങ്ങൾ 8 മണിക്കൂറിന് ആണ് അവര് പുറത്ത് ലേബർ പറഞ്ഞത്, നമ്മൾ 8 മണിക്കൂർ കൊണ്ട് എല്ലാം ചെയ്തു. ടർബോ പറ്റാൻ ഒരു 2 ദിവസം. അത് കേരള, അത് സിലിക്കോണിന്റെ കപ്ലിംഗ് ആണ്. അപ്പം അത് ആ ബെൻഡിൽ അവിടെ സ്റ്റക്കായിട്ട് ബെൻഡാവും, അത് കയറത്തില്ല. ഞാൻ ആ കപ്ലിങ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് അവസാനം കപ്ലിങ്ങിൽ കീറി ഒരു കട്ട് വന്നു. അവസാനം എനിക്ക് പുതിയ കപ്ലിങ് വാങ്ങേണ്ടി വന്നു. പക്ഷെ സാധനം സെറ്റ് ചെയ്തു. വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ടോ. എക്സോസ്റ്റ് അപ്പോൾ നമുക്ക് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. വണ്ടിക്ക് ഇപ്പോൾ NVIDIAയുടെ എക്സോസ്റ്റ് ആണ്, അത് നമുക്ക് എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. കൊടുക്കട്ടെ? ആ, അപ്പോൾ ഇതാണ് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് ക്യാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അത്രയും വലിയൊരു അഗ്രസീവ് നോട്ടല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ലൗഡാണ്. നമുക്കിപ്പോൾ നാട്ടിൽ പറയുമ്പോൾ അത് അത്യാവശ്യം ലൗഡാണ്, പോലീസ് പിടിക്കാനുള്ള ലൗഡാണ്. അപ്പോൾ ഇതാ പറഞ്ഞ പുള്ളി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്യാറ്റൊക്കെ എടുത്ത് പറഞ്ഞാൽ വണ്ടി നന്നായിട്ട് സ്ക്രീം ചെയ്യും. അപ്പോൾ വണ്ടി ഇപ്പം ഒരു ട്യൂണും ഇല്ല. വണ്ടിക്ക് ഇത്രയൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും വണ്ടിക്ക് ട്യൂണൊന്നും ചെയ്തിട്ടില്ല. അപ്പം എന്താണ് അഖിലിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്നൊക്കെ നമുക്ക്, വണ്ടി ഇപ്പോൾ സ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ 11,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 1 of the lowest kilometer കാർ ഇൻ കാനഡയാണ് ഇത് STI.
അത് പറഞ്ഞാൽ ഇപ്പോൾ 2021 കാർ ഇപ്പോൾ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 11,500 കിലോമീറ്റർ ഓടിയ വണ്ടി കിട്ടാൻ എനിക്ക് തോന്നുന്നില്ല. അതെ, വെരി വെരി റയർ ചാൻസ് ആണ്. കാരണം ഞാനത് എടുക്കുന്ന സമയത്ത് ഏറ്റവും ലോവസ്റ്റ് കിലോമീറ്റർ നോക്കിയിട്ടാണ് എടുത്തത്. അപ്പൊ ഇത് 1000 ആയിരുന്നു അന്ന്. പിന്നെ സെക്കൻഡ് ലോവസ്റ്റ് കണ്ടത് 25,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ്പൊ പിന്നെ ഒബ്വിയസ്ലി കാണാൻ ഭയങ്കര ചാൻസ് കുറവായിരിക്കും. പിന്നെ എക്സോസ്റ്റ് കനേഡിയൻ ഇതില് ലൗഡാണ്. ഓൾറെഡി ടിക്കറ്റ് കിട്ടിയായിരുന്നു ലൗഡ് എക്സോസ്റ്റ് ആന്ന് പറഞ്ഞിട്ട്. ബട്ട് എന്റെ ഇതില് ഇത് ലൗഡല്ല, ഇംപ്രോപ്പർ മഫ്ലർ. അതെ, ഇംപ്രോപ്പർ മഫ്ലർ എന്നാണ് പുള്ളി തന്നെ. $110 ആണ് എല്ലാവർക്കും കിട്ടുന്നത്. എല്ലാവർക്കും നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ആ 2JC പേരും കിട്ടിയിട്ടുണ്ട്. അപ്പൊ കനേഡിയൻസ് ലൗഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണോ എന്ന് എനിക്കറിയില്ല. നമുക്കിത് ലൗഡല്ല. അതെ അതെ, ഇത് ഒട്ടും ലൗഡല്ല. നമ്മുടെ ബാക്കിയുള്ള ഇത് ഒട്ടും ലൗഡല്ല. ഇതിപ്പോ ഒരു ഡൗൺ പൈപ്പ് ഇട്ട് കഴിഞ്ഞാല് അപ്പൊ നമുക്ക് പറയാം ലൗഡാണ്. പിന്നെ എന്താണ് അപ്പൊ ട്യൂണൊക്കെ ഇനി പതുക്കെ അടിക്കുന്നുള്ള എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? എനിക്ക് ഞാൻ പറഞ്ഞ പോലെ അതുപോലെ നമ്മുടെ ലുക്സ് ഓൾറെഡി സെറ്റ് ആണ്. എസ്തെറ്റിക്സ് എനിക്ക് മാക്സ്ഡ് ഔട്ട് ഒന്നും ചെയ്യാനില്ല. എനിക്ക് ഇന്റീരിയറിൽ കുറച്ച് വേണേ ചെയ്യാം. ഇനി വേണേ അതാ പറഞ്ഞത് ഹെഡ്ലൈറ്റ് വേണേ ചെയ്യാം. പക്ഷെ അതിന്റെ ഹെഡ്ലൈറ്റ് എനിക്ക് ആ ഐസൈറ്റ് പോകുന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുന്നത്. പിന്നെ ലുക്സ് കഴിഞ്ഞു. സസ്പെൻഷൻ കംപ്ലീറ്റ്ലി അപ്ഗ്രേഡഡ് ആണ്. സസ്പെൻഷന്റെ കാര്യം പറഞ്ഞപ്പോ അതിന്റെ കൺട്രോൾ ആംസും എല്ലാം മാറിയിട്ടുണ്ട്. കൺട്രോൾ ആംസ്, എൻലിങ്സ്, സ്വേ ബാർ കംപ്ലീറ്റ്ലി സ്റ്റോക്ക് സസ്പെൻഷൻ മൊത്തം എടുത്ത് കളഞ്ഞിട്ട് കുസ്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ് ഫുൾ ഇരിക്കുന്നത്. കുസ്കോ ജാപ്പനീസ് ബ്രാൻഡ് ആണ്. ജപ്പാൻ കാർസ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. അപ്പൊ കംപ്ലീറ്റ്ലി സ്റ്റെബിലൈസർ ബാർ എല്ലാം മാറിയിട്ടുണ്ട്. ഇൻക്ലൂഡിങ് സ്റ്റോക്ക് അല്ല, ഇൻക്ലൂഡിങ് സ്പ്രിങ്, മറ്റേ നമ്മുടെ കോയിൽസ് തൊട്ടിട്ട് ആ സ്ട്രഡ് ബാർ ഒക്കെ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ആ എഞ്ചിൻ ബേന്റെ ഉള്ളിൽ കണ്ട സ്ട്രഡ് ബാർ, അതുപോലെ ഡിക്കിന്റെ ഉള്ളിൽ ഒരു സ്ട്രഡ് ബാർ ഉണ്ട്. അപ്പൊ നമ്മുടെ വണ്ടി മൊത്തത്തില് റിജിഡ് ആണ്. പിന്നെ റിലയബിലിറ്റി മോഡ്സ് ഓൾറെഡി ഒരു 5-6 ഉണ്ട്. അതിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഇനി ആകെ എനിക്കുള്ളത് നമ്മൾ പറഞ്ഞ പോലെ ഓയിൽ പാനും നമ്മുടെ റേഡിയേറ്ററും ആണ്. അത് രണ്ടും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാല് റെഡി ഫോർ ട്യൂൺ. നമ്മള് സ്റ്റേജ് 1+2 നമുക്ക് റെഡി ഫോർ ട്രാക്ക്. അതെ, റെഡി ഫോർ പ്രോപ്പർ ട്രാക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ WRX വിശേഷങ്ങൾ. അപ്പം ഇതാണ് നമ്മുടെ 2021 WRX STI. നമ്മൾ ചാനലിൽ കുറേ നാൾ വെയിറ്റ് ചെയ്തിട്ട് അവസാനം കൊണ്ടുവന്നതാണ് ഈ STI. നമുക്ക് ഇത്രയും മൂഡ് ചെയ്തൊരു STI കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു ചാനലിൽ നിങ്ങളെല്ലാവരും കാണിക്കാൻ വേണ്ടി. അതിനാണ് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്ത് തന്നെ. അപ്പോൾ ഈ കാറ് നമുക്ക് ചാനലിൽ റിവ്യൂ ചെയ്യാൻ തന്നെ അഖിലിന് താങ്ക്സ്. അപ്പം നമ്മളിനി അടുത്ത ഇവൻറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് കാണണം. അതെ, അപ്പോൾ നമുക്കിങ്ങനെ കാനഡ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡൊക്കെ ഉണ്ട്, ഇങ്ങനെ കുറേ ഇവൻറ്റ്സുകൾ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ലോക്കൽ കുറേ ഇവൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സുബി ഷോഡൗണും ഈ വണ്ടി ഉണ്ടായിരുന്നു, അകത്ത് കയറ്റിയിട്ട വണ്ടിയാണ്. അപ്പോൾ അകത്ത് കയറ്റിയിടാന്ന് തന്നെ പറഞ്ഞാൽ തന്നെ ഭയങ്കര കാര്യമാണ്. അകത്ത് കയറ്റിയിടാൻ അവരുടെ റിവ്യൂ ഉണ്ട്. റിവ്യൂ കഴിഞ്ഞാൽ മാത്രമേ കയറ്റത്തില്ല. നമ്മൾ വണ്ടി ആദ്യം അവർക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കണം, വീഡിയോസ് അയച്ചു കൊടുക്കണം. അവർ റിവ്യൂ ചെയ്തിട്ട് വർത്ത് ഗോയിങ് ഇൻസൈഡ് ആണെങ്കിൽ അവര്. അപ്പൊ അത്രയൊക്കെ ചെയ്തൊരു വണ്ടി ആയതുകൊണ്ട് അപ്പം ഇത് നിങ്ങളെ കാണിക്കണം ഞങ്ങൾക്ക് ഭയങ്കര വലിയ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ എപ്പിസോഡായിട്ട് വന്നത് തന്നെ. അപ്പോൾ അഖിൽ, താങ്ക് യു ഫോർ യുവർ ടൈം യുവർ കാർ ഹിയർ. അപ്പോൾ നമ്മുടെ WRX വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇനിയും നമ്മൾ ഈ വണ്ടിയുടെ അപ്ഡേറ്റ്സ് ആയിട്ട് ഇനിയും വരുന്നതാണ്. നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പീസ്.